അപകടകരമായ ഒരു സാഹചര്യത്തെ അല്ല ഇപ്പോൾ കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല, ഹിന്ദി ഹാർട്ട്ലൻഡിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആ പാർട്ടിയെയും എല്ലാം ആളുകൾ സ്വീകരിക്കുകയാണ്. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പെട്ടിയെടുപ്പുകാരെന്ന ആക്ഷേപം നേരിട്ട ആൾ പോലും മോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് കണ്ടു. അത്ര വലിയ ഒരു സ്വീകാര്യത അവർ നേടിയ സിറ്റുവേഷൻ ആൻഡ് സിനാരിയോ മാറിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിന് ആ പാർട്ടി ഉത്തരം പറയേണ്ടതാണ്. കേരളത്തിൽ നമ്മൾ കാണുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കേന്ദ്രവും കൂടിയാണ്. അവർക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന, ഇപ്പോഴും വോട്ട് ബേസിൻ്റെ കാര്യത്തിൽ അവർക്ക് കൂടുതൽ സാധ്യതയും സ്വാധീനവുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ആവട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലെഫ്റ്റ് പാർട്ടികളും വലിയ ദൗർബല്യം അനുഭവിച്ച തെരഞ്ഞെടുപ്പാണിത്. ആ ദൗർബല്യം എന്ന് വെച്ചാൽ കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലോ ഭരണവിരുദ്ധ വികാരത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ തോറ്റുപോകുന്നത് മാത്രമല്ല, വലിയ തോതിലുള്ള ഒരു പാറ്റേൺ ഷിഫ്റ്റ് കേരളത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ BJP ഇരുവർക്കും ഒരു ത്രെട്ടായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. ആ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ ഒരു സംഗതിയല്ല, മറിച്ച് ഒരു 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 മൊത്തത്തിലൊരു ഒരു സാഹചര്യം പരിശോധിക്കുകയും ലെഫ്റ്റ് പാർട്ടികളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമയം ഇതാണോ, അവരെ തോൽപ്പിച്ചുകൊണ്ടാണോ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും വലിയ വിജയമുദ്രകൾ ചാർത്തേണ്ടത് എന്ന കാര്യം കുറച്ചുകൂടി രാഷ്ട്രീയ ഉത്തരവാദിത്തത്തോടുകൂടി അവർക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്ന കാര്യമാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പം രാഹുൽ ഗാന്ധി ഹിന്ദി ഹാർട്ട്ലാൻഡിൽ വേരുറപ്പിക്കാൻ തീരുമാനിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയും അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഗുണമായനെന്നാണ്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാൻ പോകും എന്നുള്ള ക്വസ്റ്റനൊക്കെ ചോദിക്കാം. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിൽക്കുക എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള MP ആയിട്ട് അവർ മാറുകയാണ്. എന്ന് വെച്ചാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും അത് UDFനെ സഹായിക്കാൻ പോകുന്നതും മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും അത് സ്വാധീന ശേഷിയുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവരുമായിട്ടൊരു ഓപ്പൺ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നത് നല്ല കാര്യമായിട്ടല്ല എനിക്ക് പൊതുവെ തോന്നുന്ന കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അപക്വമായ പല സംഗതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്തുമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് ചോദിക്കുന്നത്, ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലും പിടിച്ചകത്തിട്ടു, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ ഒരു മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ദേശീയ സർക്കാരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന അപക്വമായ ചോദ്യം രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത്, പണ്ട് അദ്ദേഹത്തെ എതിരാളികൾ ചില പേരുകൾ വിളിച്ചിരുന്നു, ആ പേരിൽ നിന്ന് അദ്ദേഹം ഇനിയും പാകപ്പെട്ട് വളർന്നിട്ടില്ല എന്ന് സംശയമുണ്ടാക്കുന്നതാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പിണറായി വിജയൻ പറയുന്നത് അതിന് മറുപടിയായിട്ടാണ്. അപ്പോൾ കേരളത്തോടുള്ള സമീപനത്തിൽ ഈ ടവറിംഗ് ലീഡേഴ്സായിട്ടുള്ള ആളുകൾ എവിടെ നിന്ന് മത്സരിക്കണം, എവിടെ നിന്ന് നേട്ടമുണ്ടാക്കണം, എവിടെയൊക്കെ രാഷ്ട്രീയ സന്ദേശം കൊടുക്കണമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത സമീപനം അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം.